ഈ വാട്ടർമെലൺ ഡ്രിങ്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വെയിറ്റ് ലോസിന് മാത്രമല്ല ഫാറ്റ് കട്ടറാണ്, പിന്നെ ആൻറ്റി ഏജിങ്ങിനൊക്കെ പറ്റിയൊരു കിറ്റിലൻ ഡ്രിങ്കാണ്. പിന്നെ വാട്ടർമെലൺ എന്ന് പറയുന്നത് വൈറ്റമിൻ എയിൽ റിച്ച് ആണ്. പിന്നെ സ്കിന്നിനും സ്കിൻ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനെ കൂടിയോ അതോ വൈകുന്നേരങ്ങളിലൊക്കെ കുടിക്കാം കേട്ടോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ട് ആണല്ലേ വാട്ടർമെലൺ. അപ്പോൾ വാട്ടർമെലൺ ഫ്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഞാൻ കുടിക്കാറുണ്ട്, കുറച്ച് എഫക്റ്റീവ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളും കൂടെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഗിവ് അവേ ഉണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നതെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇനി അച്ചത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട്. നിങ്ങൾ ആരെങ്കിലും ലാസ്റ്റ് വീക്കിലെ ഗിവ് അവേന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഗിവ് അവേയിൽ പങ്കെടുക്കുക. പിന്നെ നമ്മൾ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്കിലേക്ക് പോകുന്നതിന്റെ മുന്നേ നമ്മൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മൾ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്കിന്റെ റെസിപ്പി എങ്ങനെയാന്നുള്ളത് വീഡിയോ കണ്ട് നോക്കാം. നമ്മൾ ലാസ്റ്റ് വീക്കെൻഡ് വീട്ടിനടുത്തുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു കേട്ടോ. ചൈന വോക്ക് എന്നാണ് അതിൻ്റെ പേര്. കിട്ടിലൻ ചൈനീസ് ഫുഡാണ് കേട്ടോ അവിടെ. പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് ചിക്കൻ ഡൈസ് സിസ്ലേഴ്സ് ആണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ അകത്തുള്ള ഫ്രൈസ് ഒഴിവാക്കി കേട്ടോ, കഴിച്ചിട്ടില്ല. പിന്നെ ചിക്കൻ ഡൈസ്ഡും അതുപോലെ തന്നെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. നല്ല ടേസ്റ്റുള്ള ഒരു സിസ്ലേഴ്സ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർമെലൺ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു 2 പീസസ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഈ വാട്ടർമെലൺ നമുക്കൊന്ന് കട്ട് ചെയ്ത് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ വാട്ടർമെലൺ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജിഞ്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര ഒരു പീസുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ജിഞ്ചറൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി പുതിനയിലയാണ്, മിന്റ് ലീവ്സ് ഇത്രയും എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. തണുപ്പ് വേണമെന്നുള്ളവരാണെങ്കിൽ മാത്രം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കാണിക്കാം. നമ്മളെ വാട്ടർമെലൺ മിന്റ് ജിഞ്ചർ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സീഡ് വെച്ചിട്ടാണല്ലോ വാട്ടർമെലൺ നമ്മൾ ബ്ലെൻഡ് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് സീഡ് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. നമുക്ക് ഈ ജ്യൂസ് ഫിൽട്ടർ ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നമ്മളെ വാട്ടർമെലൺ മിന്റ് ജിഞ്ചർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെ വെയിറ്റ് ലോസ് ജേണിക്ക് പറ്റിയൊരു ഡ്രിങ്കാണ്. നിങ്ങളൊന്ന് കുടിച്ചു നോക്കൂ. കുടിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനൊന്ന് കുടിച്ചു നോക്കാം. നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. വാട്ടർമെലൻ്റെ ഫ്രഷ് ജ്യൂസ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ നമ്മൾ ജിഞ്ചറും പിന്നെ മിൻറ്റും.
ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.